ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറെ പ്രതീക്ഷയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ജവാദ് മുസ്തഫാദി ചേരുകയാണ്. യമനിൽ ചർച്ചയിൽ നേതൃത്വം നൽകിയ ഷെയ്ഖ് ഉമറിന്റെ ശിഷ്യനാണ് ഇപ്പോൾ നമുക്കൊപ്പം നേരിട്ട് ചേരുന്നത്. ജവാദ്, എന്തായാലും ഏറെ ആശ്വാസകരമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് അവിടെ നിന്നും ലഭിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് വധശിക്ഷ റദ്ദാക്കി എന്നുള്ള കാര്യം നമുക്ക് ഈ നിമിഷത്തിൽ ഉറപ്പിക്കാൻ സാധിക്കുമോ? കഴിഞ്ഞ 14-ാം തീയതി കാന്തപുരം AP വക്കൂർ മുസ്ലിയാരുടെ ഇടപെടലിലൂടെ നമ്മൾ നേടിയത് വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ച നീട്ടിവെച്ച ഉത്തരവായിരുന്നു. അതിനുശേഷവും കാന്തപുരം ഉസ്താദിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദിന്റെ നേതൃത്വത്തിലുള്ള യമനിലെ സൂഫി പണ്ഡിതന്മാർ അവിടെയുള്ള ഭരണകൂടവുമായും കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളുമായും ഒക്കെയുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പൊ അതിന്റെ ഇടയിൽ കേരളത്തിൽ നിന്നുള്ള ചില ആളുകൾ ഈ കുടുംബവുമായി സോഷ്യൽ മീഡിയയിലൂടെ ബന്ധപ്പെടുകയും ഈ ചർച്ചകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് കാരണം മീഡിയ അപ്ഡേഷനുകളൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത്. വധശിക്ഷ ഇനി ഉണ്ടാവില്ല. ഒന്നുകിൽ ജീവപര്യന്തം, അല്ലെങ്കിൽ കുടുംബം മാപ്പ് കൊടുത്ത് ജയിൽ മോചനം നേടുക. ഈ 2 ഓപ്ഷൻ മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പ് ലഭിച്ചതായിട്ടാണ് കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിൽ നിന്ന് അറിയുന്നത്. മാത്രമല്ല, യമനിൽ നിന്നുള്ള ചില സുഹൃത്തുക്കളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് കാന്തപുരം ഉസ്താദിന്റെ പ്രതിനിധികളുമായുള്ള ചർച്ചകൾ വളരെ ആശ്വാസകരമായ രൂപത്തിൽ പുരോഗമിക്കുകയാണ് എന്നും അതിൽ ജയിൽ മോചനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമെന്നും സന്തോഷകരമായ വാർത്തകളൊക്കെ വൈകാതെ തന്നെ നമുക്ക് ഉണ്ടാകും, കേൾക്കാൻ കഴിയുമെന്നുമാണ് യമനിൽ നിന്നും മറ്റുമൊക്കെ അറിയുന്നത്. ജവാദ്, ഇപ്പോൾ ഈ ഒരു വിവരങ്ങൾ വരുന്നതനുസരിച്ചാണെങ്കിൽ ആജീവനാന്ത തടവ് അല്ലെങ്കിൽ ദിയാദനം നൽകിയുള്ള മോചനം എന്നുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളൊക്കെ എപ്പോഴേക്കാകും ഉണ്ടാകുക? അത് വധശിക്ഷ ഇനി ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ കാന്തപുരത്തിന്റെ പ്രതിനിധികളായി അവിടെ നിന്ന് ചർച്ച നടത്തുന്ന പണ്ഡിതന്മാർക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ചെറിയ തടസ്സം സൃഷ്ടിക്കുന്നത് കാന്തപുരം AP വക്കൂർ മുസ്ലിയാർ തന്നെ തന്റെ പ്രതിനിധി സംഘത്തെ അങ്ങോട്ടേക്ക് അയക്കണം എന്നാവശ്യപ്പെടുകയും സുപ്രീം കോടതിയും അതിന് അനുമതി കൊടുക്കണം എന്ന് സെൻട്രൽ ഗവൺമെന്റിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാന്തപുരത്തിന്റെ ഒരു പ്രതിനിധി സംഘം കൂടി വളരെ പെട്ടെന്ന് യമനിലേക്ക് എത്തുകയാണെങ്കിൽ ചർച്ചകൾ വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസകരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജവാദ്, അതുപോലെ തന്നെ തലാലിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധി ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇത് സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടിട്ടുമുണ്ട്. അതിൽ പറയുന്നത് മതപണ്ഡിതരുടെ ശക്തമായ ഇടപെടലിലൂടെയാണ് ഈ വധശിക്ഷ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. അത്തരത്തിൽ തന്നെയല്ലേ കാര്യങ്ങൾ നീങ്ങിയത്? തീർച്ചയായും. ഈ സർഹാൻ ഷംസാൻ എന്ന് പറയുന്നത് തലാലിന്റെ നാട്ടുകാരനാണ്. അദ്ദേഹം ഈ പണ്ഡിതന്മാരുടെ ഇടപെടലിനോടൊക്കെ തുടക്കഘട്ടത്തിൽ വിയോജിച്ചു നിന്ന അവിടുത്തെ ഒരു ആക്ടിവിസ്റ്റ് ആണ്. ഈ സർഹാന്റെ തലാലിന്റെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻ കൗൺസിലിന്റെ ഒക്കെ ഭാഗമായി പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. അവരും ഇപ്പോൾ പണ്ഡിതന്മാരുടെ ശക്തമായ ഇടപെടലിലൂടെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ നിമിഷപ്രിയയുടെ കുടുംബമടക്കം, മകളടക്കം യമനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കാം. അതേക്കുറിച്ച് നമുക്കാർക്കും വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഞാൻ ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, അതുപോലെ ആക്ഷൻ കൗൺസിലിന്റെ കുഞ്ഞഹമ്മദ് പോലെയുള്ള ഭാരവാഹികൾ, ഇവരോടൊക്കെ അന്വേഷിച്ചപ്പോഴും അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ആർക്കും അറിയില്ല. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോ നിയമപരമായ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ആളുകളോ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ആരെടുത്തും ലഭ്യമല്ല. അത് ആരുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളാണ് എന്നതിനെ കുറിച്ച് എനിക്ക് ക്ലാരിറ്റി ഇല്ല. ശരി, വളരെയധികം നന്ദി ജവാദ്. ഈ സമയത്ത് നമ്മളോട് പ്രതികരിച്ചതിന് ജവാദ് മുസ്തഫാവിയാണ്. യമനിലെ ചർച്ചയിൽ നേതൃത്വം നൽകിയ ഷെയ്ഖ് ഉമറിന്റെ ശിഷ്യനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്. അതിന് എന്താണ്, ദിയാദനം നൽകുകയാണോ അതോ ആജീവനാന്തം ശിക്ഷ അനുഭവിക്കണോ, അത്തരം കാര്യങ്ങളിലേക്കൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് വരുന്നതേ ഉള്ളൂ. അതിൽ ആ വിവരങ്ങൾ ഇനിയും ലഭ്യമാകാനുണ്ട്. എന്നാൽ തന്നെയും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുകയാണ്. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സായ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ വരുന്നത്. വധശിക്ഷ റദ്ദാക്കിയതായുള്ള അറിയിപ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയാണ് അനൽക സെയ്ദ്. അനൽക, എന്തായാലും ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഈ വാർത്തയുടെ പിന്നിൽ തന്നെയായിരുന്നു. ഈ ഒരു സ്ഥിരീകരണം വരാൻ വേണ്ടി കാതോർത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ തലാലിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ മതപണ്ഡിതന്മാരുടെ ഇടപെടലിലൂടെയാണ് ഇത് സാധ്യമായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അതിലൂടെ സ്ഥിരീകരിക്കുന്നത്.